ഹലോ, LJ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മുടെ യു കെ വന്നിട്ടുള്ള സ്റ്റുഡൻസ് ആയിട്ടും ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ആയിട്ടൊക്കെ ഇപ്പോൾ UK ഉള്ളവരുടെ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോയാണ്. അപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ ഒരു വീഡിയോ കണ്ടു, അതിനകത്ത് ഒന്ന് രണ്ട് വീഡിയോ കണ്ടു. അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, സ്റ്റുഡൻസ് എന്നാ വളരെയധികം സാമ്പത്തിക ബാധ്യത ഉണ്ടല്ലോ. അവരിവിടെ വരുമ്പോൾ നാട്ടിൽ ഒത്തിരി ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് എന്നാ ഒത്തിരി കടബാധ്യത ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവർ ആ കടബാധ്യത വീട്ടാൻ വേണ്ടിയിട്ടും പിന്നെ അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടും അവർ കഠിനമായിട്ട് ഇവിടെ വന്നു കഴിയുമ്പം പണി ചെയ്യുകയെന്ന്, അങ്ങനെ പണി ചെയ്ത് അവരുടെ ആരോഗ്യം നശിപ്പിക്കുന്നു. അതൊരു വാസ്തവമുള്ള കാര്യമാണ്. ഞാൻ ചിന്തിച്ചപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ ഈ കുട്ടികളൊക്കെ ഒത്തിരിയും കടബാധ്യത കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ വീട്ടുകാരുടെ പ്രഷറും കാണും. നാട്ടിൽ നിന്നുള്ള വീട്ടുകാർ ഇപ്പം ഫോൺ വിളിക്കുമ്പോഴും ഒക്കെ പറയലേ, ഇവിടെ കടമുണ്ടല്ലോ, അത് വീട്ടണ്ടേ, അതിൻ്റെ പലിശ അടയ്ക്കണ്ടേ, ഇതെല്ലാം പറയുമ്പോഴത്തേനും ഈ കുട്ടികൾക്ക് പിന്നെയും ടെൻഷനല്ലേ. അപ്പോൾ ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം പോലും ഓഫ് എടുക്കാതെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നാണ്. ഈ PSWയിലൊക്കെ ആയി കഴിയുമ്പോഴത്തേനും, അതായത് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിലൊക്കെ ആയി കഴിയുമ്പോൾ അവർക്ക് പിന്നെ വർക്ക് ചെയ്യാമല്ലോ, അങ്ങനെ ലിമിറ്റേഷൻസ് ഇല്ല, ഇത്ര അവേഴ്സേ വർക്ക് ചെയ്യാവുന്നുള്ളത്. അപ്പം അങ്ങനെ ഇവിടെ സ്റ്റുഡൻസ് ആയിട്ട് വന്നിട്ട് ഇപ്പം ഇവിടെ വേറെ ജോലിയുള്ളവരുടെയൊക്കെ പ്രവേശിച്ച ആൾക്കാർ അവരുടെ സ്റ്റുഡൻറ് പീരീഡിലെ കാര്യങ്ങളൊക്കെ കൂടി പറഞ്ഞതാണ്. അവരുടെ പരിചയക്കാരുടെ കാര്യങ്ങൾ, കൂട്ടുകാരുടെ കാര്യങ്ങളൊക്കെ കൂടി പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ടതാണ്. അപ്പോൾ അതൊരു വളരെ പരിതാപകരമായൊരു കാര്യമാണ്. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് കുട്ടികളൊക്കെ ഇങ്ങനെ കഠിനമായിട്ട്, അതായത് ആഴ്ചയിൽ 6-7 ദിവസം വെയർ ഹൗസിലൊക്കെ വർക്ക് ചെയ്യുന്നു. വെയർ ഹൗസിലൊക്കെ വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഈ ലോഡിങ് അൺലോഡിങ് എന്ന് പറഞ്ഞ പോലെയുള്ള ഭയങ്കരമായ ജോലികളാണ് അവർക്ക് ചെയ്യാനുള്ളത്. അതിപ്പം റെസ്റ്റ് എടുക്കാതെ ആഴ്ചയിൽ 6-7 ദിവസമൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അവർക്ക് ബാക്കും നീയും ഒക്കെ പ്രോബ്ലം ഉണ്ടാകും. അപ്പം അങ്ങനെ ഇപ്പം വന്ന് പറയുന്നത് കേട്ടതാണ്. ഒരു കൊച്ചിന് ഒരു ബോയ് ആയിരുന്നു, അതായത് ഒരു സ്റ്റുഡൻറ്റ്, മെയിൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. പുള്ളിക്കാരൻ അങ്ങനെ കഠിനമായിട്ട് പണി ചെയ്ത് പിന്നെ അപ്പം ഈ കൂടെ ഉള്ളവർ പറയായിരുന്നു, ഇതുപോലെ പണി ചെയ്തത് നിൻ്റെ ആരോഗ്യത്തിന് നല്ലതല്ലല്ലോ. അന്നേരം പറയാം, എനിക്ക് ഒത്തിരി കടബാധ്യതകളുണ്ട്, അതുപോലെ തന്നെ വിവാഹം നടത്തണമെങ്കിലും തന്നെത്താൻ വേണം ചിലവ് ചെയ്യാൻ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആ കുട്ടി ഭയങ്കരമായിട്ട് പണിയെടുത്തെടുത്ത് അവസാനം ആ കുട്ടിയുടെ നീക്ക് പ്രോബ്ലം ആയത്, അത് രണ്ട് മുട്ടിനും പ്രോബ്ലം ആയിട്ട് പിന്നെ തേയ്മാനം ഉണ്ടായതായിരിക്കും, എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം ഇപ്പം നാട്ടിൽ പോയി വിവാഹത്തിന് വേണ്ടിയിട്ട് നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വലിയ പ്രശ്നമായി, നടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായി. അപ്പം അവിടെ എന്തോ ഇഞ്ചക്ഷനോ കാര്യങ്ങളോ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പം ക്രച്ചസ് ഉപയോഗിച്ച് ഇപ്പം നടക്കാൻ പറ്റുന്നുള്ളൂ. അതുപോലെ ഒരവസ്ഥയിലേക്കായിപ്പോയി. അതുപോലെ തന്നെ വേറൊരു പിന്നെ ഒരു സ്റ്റുഡൻ്റായിട്ട് ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ്. അത് ആഫ്രിക്കൻകാരനാണ് പറഞ്ഞത്. അത് ഇങ്ങനെ കഠിനമായിട്ട് പണി ചെയ്ത് കൂടെയുള്ളവരൊക്കെ പറയുമായിരുന്നു ഇതുപോലെ പണിയിരുന്ന്. പക്ഷെ പിന്നെ പുള്ളിക്കാരനും ഇങ്ങനെ ഭയങ്കരമായിട്ട് പണി ചെയ്തിട്ട് അതിന് ബാക്കിന് പ്രോബ്ലമായിട്ട്, അത് നെർവ് ഡാമേജൊക്കെ വരും കേട്ടോ. ഈ പിന്നെ ബാക്കിന് ഡാമേജ് വന്നു കഴിയുമ്പോൾ നെർവ് ഡാമേജോ വല്ലതും വന്നതായിരിക്കും. ഇങ്ങനെ പാരലൈസ്ഡ് ആയി പോയിട്ട് ഇങ്ങനെ എന്തോ സിവിയറായി എന്നാന്നുള്ള കൃത്യമായിട്ട് നമുക്കറിയത്തില്ലല്ലോ. എന്നിട്ട് അവസാനം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എൻഡ് ഓഫ് ലൈഫിലൊക്കെ ഇട്ട് അവസാനം മരിച്ചു പോയെന്നാണ് പറയുന്നത്. അത് 10-35 വയസ്സുള്ള ഒരു പുള്ളിക്കാരനാണ്. അപ്പോൾ അങ്ങനെ നെർവ് ഡാമേജ് വന്നതുകൊണ്ട് മാത്രം അങ്ങനെ മരിക്കണമെന്നില്ല. അതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും, എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ സ്റ്റുഡൻസ് ആയിട്ടും അതുപോലെ തന്നെ കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന ഓരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കഠിന പണികളൊക്കെ ചെയ്യേണ്ടി വരുവേ. ഞാനിവിടെ വന്ന സമയത്ത് കെയർ ഹോമിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് പ്രോപ്പർ മൂവിങ് ആൻഡ് ഹാൻഡ്ലിംഗ് ഒന്നും കെയർ ഹോമുകളിൽ കൂടി ഒന്നും ശരിയായിട്ടുള്ള രീതിയിൽ അവർ, പ്രത്യേകിച്ച് നൈറ്റ് ഷിഫ്റ്റിനൊക്കെ ശരിയായിട്ടുള്ള രീതിയിലൊന്നും അല്ല നടക്കുന്നത്. ഇപ്പം ഞാനൊക്കെ തന്നെത്താൻ ഒരു പേഷ്യൻറ്റിനെ, ഒരു റെസിഡൻറ്റിനെ, അത് ബെഡ് പേഷ്യൻ്റ് ആയിരിക്കും, അതിനെയൊക്കെ എല്ലാ കെയറും കൊടുത്ത് നമ്മൾ തന്നെ ഇങ്ങനെ എടുത്ത് വീൽ ചെയറിലോട്ടൊക്കെ ഇരുത്തുവേ. അതൊക്കെ ഭയങ്കര റിസ്ക്കാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ നേഴ്സിംഗ് ഹോമിൽ ഒരു 2 വർഷം ജോലി ചെയ്തു. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വന്നു. ഹോസ്പിറ്റലിൽ കയറിയപ്പോൾ സ്ട്രോക്ക് റീഹാബ് വാർഡിലായിരുന്നു ആദ്യം വർക്ക് ചെയ്തിരുന്നത്. കുറേ വർഷങ്ങൾ സ്ട്രോക്ക് വാർഡിലായിരുന്നു.
അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ ഈ എല്ലാം അല്ല ഭൂരിഭാഗം വരും, ഒത്തിരി പേരുണ്ട് ബെഡ് റിഡൻ ആയിട്ട്, ഇങ്ങനെ പാരലൈസ്ഡ് ഒക്കെ ആയിട്ടുള്ളവർ. അവർക്ക് അനങ്ങാനൊന്നും മേല. അവരിങ്ങനെ എന്താ ചിലപ്പോൾ ഇങ്ങനെ ഫീഡൊക്കെ ട്യൂബിൽ കൂടെ കൊടുക്കുന്നവരൊക്കെ ആയിരിക്കും കുറേ പേര്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ അങ്ങനെ സ്ട്രോക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഇവർക്ക് ന്യൂമോണിയൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ സ്വാളോവിങ് ഡിഫിക്കൽറ്റി ഒക്കെ കാണുന്നത്. അപ്പം ആസ്പിറേഷനൊക്കെ ഉണ്ടായിട്ട് ന്യൂമോണിയൊക്കെ ഉണ്ടാകാനായിട്ടുള്ള ഒത്തിരി ചാൻസ് ഉണ്ട്. അപ്പം ഇവരെ എപ്പോഴും ഇങ്ങനെ പ്രോപ്പപ്പ് ചെയ്ത് കിടക്കണം. അതായത് ഇങ്ങനെ അവരിങ്ങനെ ബെഡിൽ നിന്ന് നമ്മളിങ്ങനെ പൊക്കി വെക്കണം, കട്ടിലിൻ്റെ ഇങ്ങനെ തല പൊക്കി വെച്ചാൽ കിടത്തുന്നത്. അപ്പോഴത്തേനും അവരിങ്ങനെ സ്ലൈഡ് ചെയ്ത് നമ്മൾ പിന്നെ ഇവരെ മൂവ് ചെയ്ത് മുകളിലേക്ക് കയറ്റി കിടത്തണം. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ടേൺ ചെയ്ത് കിടത്തണം. അപ്പോൾ ഇതിനൊക്കെ ശരിക്കുമുള്ള മൂവിങ് ആൻഡ് ഹാൻഡ്ലിങ് ഇപ്പോൾ എളുപ്പത്തിന് ആൾക്കാർ പോയിട്ട് ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ അതിനുള്ള എക്യുപ്മെൻറ്റ്സ് അങ്ങോട്ടില്ല, അത് ഉപയോഗിക്കാതെ തന്നെ പെട്ടെന്നങ്ങ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പം നമ്മുടെ കൂടെ ഉള്ളവർ അങ്ങനെ ചെയ്യുമ്പോൾ, നമ്മുടെ സീനിയേഴ്സൊക്കെ അങ്ങനെ ചെയ്യുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി അവരുടെ കൂട്ടത്തിൽ കൂടി ചെയ്തു പോകും. അങ്ങനെയൊക്കെ ചെയ്ത് എനിക്ക് ബാക്കിന് പ്രോബ്ലം വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ കൂടെ പറയുന്നത് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. എനിക്ക് ബാക്കിന് ഇപ്പം 2 സർജറിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക ഞാൻ. അപ്പോൾ അങ്ങനെ ഈ സർജറി എന്ന് പറയുന്നത് നല്ലതല്ല. സർജറി ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റേതായ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അന്ന് നമുക്ക് ചെറുപ്പത്തിലൊന്നും നമുക്കിതിൻ്റെ അറിയത്തില്ല, നമുക്ക് വലിയ വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ടേ നമുക്കിതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാകത്തുള്ളൂ. വേദനയൊക്കെ വരുമ്പോഴത്തേനും ഇത് ഓൾറെഡി ഡാമേജ് വന്നിട്ട് കാണും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒരു പരിധിയുണ്ട് എല്ലാ കാര്യത്തിനും റിക്കവർ ആകാനൊക്കെ ഉള്ളത്. അപ്പോൾ ഈ നഴ്സിംഗ് ഹോമിലോ കെയർ ഹോമിലോ വെയർ ഹൗസിലോ ഈവൻ ഹോസ്പിറ്റലാണെങ്കിൽ പോലും നമ്മൾ പ്രോപ്പറായിട്ട് മൂവിങ് ആൻഡ് ഹാൻഡ്ലിങ് ചെയ്ത് തന്നെ വേണം നമ്മൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ തന്നെ വേണം നമ്മൾ ഇത് മൂവിങ് ആൻഡ് ഹാൻഡ്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ വിശ്രമിക്കാതെ പണിയെടുക്കരുത്. ഒരിക്കലും വിശ്രമിക്കാതെ പണിയെടുക്കുന്ന പലർക്ക് ഈ മുട്ടിന് പ്രോബ്ലവും ബാക്കിന് പ്രോബ്ലം ഒക്കെ വരുന്നുണ്ട്. ഞാൻ ഒത്തിരി അങ്ങനെ ഓവർ ടൈം ഒന്നും ചെയ്തിട്ടില്ലും. എനിക്ക് ചെറുപ്പത്തിൽ മീൻസ് ഇവിടെ വന്ന ഉടനെയൊക്കെ നമുക്കന്ന് അതുപോലെയുള്ള വേദന കാര്യങ്ങൾ വിഷമമൊന്നും ഇല്ലാത്തതും കുറച്ചൊക്കെ ഓവർ ടൈം ഒക്കെ എടുത്ത് ചെയ്യുമായിരുന്നേ. അപ്പോഴും നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഹാർഡ് വർക്കല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ദോഷമായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നല്ലേ പറയുന്നത്. നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും പൈസ ഉണ്ടാക്കാനുള്ള മാർഗമുണ്ടല്ലേ. അപ്പം പൈസ വേണം നമുക്ക്. പക്ഷേ പൈസ വേണമെന്ന് പറഞ്ഞാലും നമ്മുടെ ആരോഗ്യം നോക്കിയിട്ട് മാത്രം നമ്മൾ പണിയെടുക്കുക. ഉള്ള പൈസ നമുക്ക് ജീവിക്കാനുള്ള പൈസ മതി. നമ്മൾ നല്ല രീതിയിൽ ജീവിച്ച് പോകാനുള്ള പൈസ മതി. ഒത്തിരി അങ്ങോട്ട് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള പൈസ ഉണ്ടാക്കാനുള്ള ഒരു തത്രപ്പാടിലേക്ക് നമ്മൾ പോകാതിരിക്കുകയാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരോഗ്യത്തോടെ പ്രായമാകുമ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ലാതെ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കുക, അവനവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ കൂടെയാണ് ഞാൻ പറയുന്നത്. ഞാനിതിന് മാത്രമൊന്നും ഓവർ ടൈം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിരുന്ന ഷിഫ്റ്റിൽ എല്ലാം ഇങ്ങനെ ഹെവി വർക്ക് ചെയ്തിട്ടുണ്ട്. ഹെവി ആയിട്ടുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ മൂവ് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഡാമേജ് നമുക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മൾ അന്നേരം ഒന്നും അത് റിയലൈസ് ചെയ്യുകയില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതിപ്പം നാട്ടിലുള്ള പേരൻസ് ആണേലും ഫാമിലി ആണേലും ഇങ്ങോട്ട് വന്നിരിക്കുന്ന സ്റ്റുഡൻസിനെയോ അല്ലെങ്കിൽ ഇപ്പം കെയറായിട്ട് വന്നിരിക്കുന്ന, അതായത് പിന്നെ ഹെൽത്ത് കെയർ വിസായി വന്നിരിക്കുന്നവരൊക്കെ കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, അവരോടൊക്കെ ഇങ്ങനെ പൈസയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒത്തിരി അങ്ങോട്ട് അവരെ പറഞ്ഞിങ്ങനെ പുഷ് ചെയ്യാതിരിക്കുക. അവരുടെ ആരോഗ്യമാണ് അവർ നശിപ്പിച്ച് കളയുന്നത്. നമ്മുടെ മക്കളുടെ ആരോഗ്യം കൊണ്ട് നമ്മൾ സംരക്ഷിക്കണമെന്നുള്ള ഒരു കാര്യം നമ്മൾ ഓർത്ത് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ സംസാരിക്കാനും പെരുമാറാനൊക്കെ. പേരൻസും കൂടെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവരെ ഫോൺ വിളിക്കുമ്പോൾ അവർക്ക് കൂടുതലായിട്ടുള്ള ഒത്തിരി സ്ട്രെസ്സും ടെൻഷനും കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ അവനവൻ്റെ ആരോഗ്യം നോക്കിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഭാവിയിലേക്ക് അത് വളരെയധികം ദോഷകരമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ പറയാമെന്നോർത്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനകരമാകുമെന്ന് വിചാരിക്കുന്നു. സ്റ്റുഡൻസും കെയർ ഹോമിൽ ചെയ്യുന്നവരും വെയർ ഹൗസിൽ ചെയ്യുന്നവരും എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണുക. ഇപ്പം ആരെങ്കിലുമൊക്കെ കാണുന്നവർ അവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഇത് പ്രയോജനകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.